Good morning. Good morning, Miss. 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 നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഇന്നലെ അവധിയായിരുന്നു അല്ലെ? എല്ലാരും വായിച്ചു നോക്കിയിരുന്നോ? എടുത്ത ഭാഗം വായിച്ചു നോക്കിയിരുന്നോ? ആരൊന്നും പറയുന്നില്ലല്ലോ. വായിച്ചു നോക്കിയില്ല ആരും? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് കുറച്ച് എന്താണ് ജോബി? ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ റെക്കോർഡഡ് ക്ലാസ് കണ്ടോളൂ കേട്ടാ. ഫോണിൽ ചാർജ് ഇല്ലാത്ത അറിഞ്ഞുകൊണ്ടേ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കണ്ടോളൂ കേട്ടാ. ഓക്കെ, ജോബി അല്ലേ ഇത് പറഞ്ഞത്? ശരി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ? അതായത് ലാബിൽ നടക്കുന്ന കുറച്ച് നയങ്ങളും നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ ഒരു 4 പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ 4 എണ്ണത്തിൽ നമ്മള് എന്താണ് 3 എണ്ണം നമ്മൾ പറഞ്ഞുള്ളൂ അല്ലെ? 3 എണ്ണം പറയാനുള്ള ടൈം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. 4ാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ പ്രൊസീജിയർ എന്തായിരുന്നു? റോസ്മി ഒന്ന് പറയാമോ? ഫസ്റ്റ് പ്രൊസീജിയർ എന്തായിരുന്നു എന്ന് പറയാമോ? ഫസ്റ്റ് പ്രൊസീജിയർ സാമ്പിൾ ലേബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. ഓക്കെ, വെരി ഗുഡ്. എന്തായിരുന്നു അതിനകത്ത് പറഞ്ഞത്? അതിൽ നമ്മൾ നെയിമും ഏജും ഉണ്ടായിരിക്കണം. പിന്നെ ബാർകോഡ്സ് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും, എറേഴ്സ് ഡിക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ ലേബൽ കൂടുതലായിട്ടും പിന്നെ പേഷ്യൻ്റെ നെയിം, ഏജ്, ജെൻഡർ, പിന്നെ പേഷ്യൻറ്റിൻ്റെ ID, ടെസ്റ്റ് റിക്വസ്റ്റഡ്, പിന്നെ ടൈമും ഡേറ്റും പിന്നെ സ്പെസിമെൻ കളക്ഷനും അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പ്രൊസീജിയർ ആര് പറയും? സാദിര ഉണ്ടോ? സാദിര ഉണ്ടോ? പിന്നെ ആരുള്ളത്? സുഷ ഉണ്ടോ? സുഷ ആരൊന്നും പറയുന്നില്ലല്ലോ. ഒരു 73 പേര് ഇത് നമ്മുടെ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, രണ്ടാമത്തെ പ്രൊസീജിയർ എന്തായിരുന്നു? രണ്ടാമത്തെ പ്രൊസീജിയർ എന്തായിരുന്നു? ആരുമില്ലേ പറയാനായിട്ട്? Requisition form. ഒരാള് പറയൂ. ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ. പെട്ടെന്ന് ആവട്ടെ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഹെൽത്ത് വർക്കറോ അല്ലെങ്കിൽ ഡോക്ടറോ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത റിക്വസ്റ്റ് ഫോമിലായിരിക്കണം പേഷ്യൻസ് സാമ്പിൾ കളക്ഷന് വരുന്ന സമയത്ത് വരാനായിട്ട്. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? എന്തൊക്കെ ഉണ്ടായിരിക്കണം ഒരു റിക്വസിഷൻ ഫോമിനകത്ത്? അതിനകത്ത് ഏജ്, ലൊക്കേഷൻ, പേഷ്യന്റിന്റെ ID, പിന്നെ ഡേറ്റ് ആൻഡ് ടൈമിന്റെ കളക്ഷൻ ടൈം, ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റ്, സാമ്പിളിന്റെ സോഴ്സ് ഏതാണെന്നുള്ളത്. വെരി ഗുഡ്. ഐശ്വര്യ അല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ നമ്മള് വായിച്ചു നോക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഞാനൊന്ന് ഓൾമേറ്റ് കൊടുക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനുള്ള പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കറിയാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും അവധിയൊക്കെ വരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പണികളൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം വായിക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. വായിച്ചു നോക്കണം കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും പിന്നീട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ചാപ്റ്റർ എത്രയാണെന്ന് മാറ്റി നമ്മൾ പറഞ്ഞത് ലബോറട്ടറി സർവീസ് ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 18. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ശ്രദ്ധിക്കാം കേട്ടോ. ഈ ക്ലാസ് ശ്രദ്ധിക്കണേ. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ? ഒരു പ്രാക്ടിക്കൽ സൈഡാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതിനകത്ത് ഒരു 4 ഹെഡിങ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്ന് സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. രണ്ടാമത്തത് എന്തായിരുന്നു? റിക്വസിഷൻ ഫോം അല്ലെ? ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. മൂന്നാമത്തെ എന്തായിരുന്നു? സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. നാലാമത്തെ എന്തായിരുന്നു? ലബോറട്ടറി റെക്കോർഡ്. അതിന് 4ാമത്തെ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞിരുന്നില്ല.
ആദ്യത്തെ 3 നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ആദ്യത്തെ സാമ്പിൾ ലേബലിംഗ് ആയിരുന്നു. വരുന്ന സ്പെസിമെന്റ് നമ്മൾ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെക്കണം. അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തത് ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ആയിരുന്നു. അത് ആരാണ് ഫിനിഷ് ചെയ്യേണ്ടത്? ആ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടറോ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കറോ ആണ് എന്ത് ചെയ്യേണ്ടത്? ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം ഫിനിഷ് ചെയ്യുന്നത്. ആ ഒരു ടെസ്റ്റ് റിക്വസ്റ്റ് ഫോമിനകത്ത് എന്തെല്ലാം വേണമെന്നാ പറഞ്ഞത്? പേഷ്യന്റിന്റെ ID വേണം, ആ പേഷ്യന്റിന്റെ ലൊക്കേഷൻ, അയാൾ എവിടെ നിന്ന് വരുന്ന ആളാണ്, അയാളുടെ ഏജ്, അതുപോലെ എന്താണ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന ടൈം ആൻഡ് ഡേറ്റ്, എന്ത് സാമ്പിൾ ആണ് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ പറഞ്ഞ 3ാമത്തെ പ്രൊസീജിയർ എന്തായിരുന്നു? സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ആണ് അല്ലെ. സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ ലാബിനകത്ത് വരുന്ന എല്ലാ സ്പെസിമെൻസും പരിശോധന യോഗ്യമാണോ എന്ന് ലാബ് ചെക്ക് ചെയ്ത് നോക്കണം. എന്ന് പറഞ്ഞാല് വരുന്ന സാമ്പിളുകൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നറിനാണോ, അത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പാകത്തില് അത് കറക്റ്റ് അളവിലാണോ, വോളിയം ഉണ്ടോ, ക്വാണ്ടിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? ഏതെങ്കിലും കാരണവശാല് നമ്മൾ സ്പെസിമെൻസ് റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിരസിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതം ആ പേഷ്യന്റിനോടും ഡോക്ടറിനോടും അറിയിച്ചിരിക്കണം. അത് മാത്രമല്ല അത് വീണ്ടും കളക്ട് ചെയ്യുന്നതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത് കേട്ടോ. ഇനി 4ാമത്തെ പ്രൊസീജിയർ നമ്മൾ പറയാണ്. എന്താണ്? ലബോറട്ടറി റെക്കോർഡ്. ശ്രദ്ധിക്കാട്ടാ, ലബോറട്ടറി റെക്കോർഡ് 4ാമത്തെ പ്രൊസീജിയർ. എന്താണ് ലബോറട്ടറി റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്? All the released laboratory reports should be stored as per the national or regulator needs. പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും, അതായത് എല്ലാ ടെസ്റ്റ് റിസൾട്ടുകളും എന്ത് ചെയ്ത് വെച്ചിരിക്കണം? ഷുഡ് ബി സ്റ്റോർഡ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. എന്തിനനുസരിച്ചാണ്? ആസ് പെർ ദ നാഷണൽ ഓർ റെഗുലേറ്റർ നീഡ്സ്. അതായത് ദേശീയ റെഗുലേറ്റർ ആവശ്യങ്ങൾക്കനുസരിച്ച്. അഥവാ അതൊരു നിയമപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇപ്പൊ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമുക്കൊരു പ്രൂഫ് വേണം, എവിഡൻസ് വേണം അല്ലെ. ടെസ്റ്റ് റിസൾട്ടുകളുടെ ഒക്കെ ഒരു എവിഡൻസ് വേണ്ടി വരും. അപ്പൊ അതില് ഒരു റിസൾട്ട് തരുന്നതിന്റെ ഒരു കോപ്പി പേഷ്യന്റിന്റെ കയ്യിലേക്ക് കൊടുത്തുവിടും. മറു കോപ്പി നിർബന്ധമായിട്ടും അത് എല്ലാ റിസൾട്ടിന്റെയും അവര് ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിസൾട്ടുകളുടെയും ഒരു കോപ്പി തീർച്ചയായിട്ടും എവിടെ സൂക്ഷിച്ചിരിക്കണം? ലാബിനകത്ത് സൂക്ഷിച്ചിരിക്കണം. ഇതാണ് പറയുന്നത് കേട്ടോ. ഓൾ ദ റിലീസ്ഡ് ലബോറട്ടറി റിപ്പോർട്ട്സ് ഷുഡ് ബി സ്റ്റോർഡ് ആസ് പെർ ദ നാഷണൽ ഓർ റെഗുലേറ്റർ നീഡ്സ്. ദേശീയ നിയന്ത്രണങ്ങൾക്ക് അല്ലെങ്കിൽ ദേശീയ റെഗുലേറ്റർ ആവശ്യങ്ങൾക്കനുസരിച്ച്, അഥവാ അവരുടെ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ലാബ് റിലീസ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും ഒരു കോപ്പി എവിടെ സൂക്ഷിച്ചിരിക്കണം? ലാബിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഇനി 2ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? The records can be kept as a physical copies as instrument printouts, ബ്രാക്കറ്റിൽ photocopies കൊടുത്തിട്ടുണ്ട്, or electronically. ബ്രാക്കറ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? LIS or HIS എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് വരാം. എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു റെക്കോർഡ്സ് എല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞു അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. ഇനി അത് എങ്ങനെ സൂക്ഷിക്കണം എന്നാണ് അവര് പറയുന്നത്. അതായത് എല്ലാ റെക്കോർഡ്സുകളും എങ്ങനെ സൂക്ഷിക്കണം? ഒന്നില്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ആസ് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് അല്ലെ, പ്രിന്റ് ഔട്ടുകളായിട്ട് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാം. ഫിസിക്കൽ കോപ്പീസ് ആയിട്ട്, ഫിസിക്കൽ കോപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രുമെന്റിന്റെ പ്രിന്റ് ഔട്ടുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, സൂക്ഷിച്ചു വെക്കാം. ഓർ അതല്ലാന്നുണ്ടെങ്കിലോ ഇലക്ട്രോണിക്കലി അല്ലെ, സിസ്റ്റം, അതെ സാധനം ഫിസിക്കൽ ആൻഡ് ഇലക്ട്രോണിക്കലി, അതെ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതോടൊപ്പം തന്നെ ഓർ ഇലക്ട്രോണിക്കലി അല്ലെ, സിസ്റ്റത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. 2 രീതിയിലും സ്റ്റോർ ചെയ്ത് വെക്കാം. ഏതായിരിക്കും കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ളത്? ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും അല്ലെ. ഇന്നത്തെ കാലത്തൊക്കെ പണ്ട് ഇന്നിപ്പോ സിസ്റ്റവും കമ്പ്യൂട്ടറും ഒക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇന്നത്തെ കാലത്തില്ല അല്ലെ. പക്ഷെ പണ്ട് ഇതെല്ലാം വരുന്നതിനേക്കാൾ മുമ്പ് എങ്ങനെയായിരുന്നു? ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞോളം നമ്മൾ ഒത്തിരി ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കുറേ കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ളത് ആണല്ലോ. അപ്പൊ നോക്കൂ, ഇലക്ട്രോണിക്കലി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് LIS or HIS. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് LIS എന്ന് പറഞ്ഞാല്? LIS എന്ന് പറഞ്ഞാല്
ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അങ്ങനെയും പറയാം കേട്ടോ. രണ്ടും പറയാറുണ്ട്. LICന്റെ ഫുൾ ഫോം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം കേട്ടോ. അതാണ് LIS എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് ഫുൾ ഫോം ആയിരിക്കും കേട്ടോ ചോദിക്കും, എക്സ്പാൻഷൻ ഫോം ഒക്കെ ചോദിക്കും. അത് മാത്രമല്ല പിന്നീട് ഏതെങ്കിലും ചാപ്റ്ററിലൊക്കെ ഈ LIS, HIS ഒക്കെ വരും. അപ്പൊ എന്താണെന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. ഇപ്പോഴേ തന്നെ അതിന്റെ പൂർണ്ണരൂപം പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയാണ്, കേൾക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. LIS എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ക്ലിയർ ആയല്ലോ? എന്താണ് ഈ LIS എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? LIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. അതായത് ഒരു രോഗിയുടെ ലാബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരിശോധനകളും അതുപോലെ എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ എന്താണ് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് ഈ പറയുന്ന LIS എന്ന് പറയുന്നത്. അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. LIS എന്ന് പറഞ്ഞാല് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആണ്, ലാബുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അതായത് ലാബുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗിയുടെ പരിശോധനകള് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒബ്സർവേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, നിരീക്ഷണങ്ങള്, അവിടെ നടക്കുന്ന പ്രോസസ്സുകള് എല്ലാം തന്നെ, അതായത് ഈ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ LIS അഥവാ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? HIS. HIS എന്തായിരിക്കും? എന്തായിരിക്കും? HIS എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെയും പറയാം കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. HIS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് H എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ എങ്ങനെയും പറയാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെയും പറയാം കേട്ടോ. രണ്ടും പറയാറുണ്ട്. ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണേ വരുള്ളൂ കേട്ടോ. അപ്പൊ HISല് H എന്ന് പറയുന്നത് ഹെൽത്ത് ആവും ഹോസ്പിറ്റൽ ആവും, രണ്ടും ശരിയാണ് കേട്ടോ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയാറുണ്ട്. അതെന്താണ്? അത് ഇതുപോലെ തന്നെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി സമഗ്രമായിട്ടുള്ള രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. അത് വന്നിട്ട് ഈ രോഗികളുമായിട്ട് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്ട്സും അല്ലെങ്കിൽ എല്ലാ വശങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക അല്ലെ, ഹോസ്പിറ്റലിൽ അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, അതുപോലെ അവർക്ക് കൊടുക്കുന്ന മെഡിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുക, പിന്നെ ബില്ലിങ്, അതുപോലെ ഇൻഷുറൻസ്, അങ്ങനെയുള്ള ഒരു രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനെല്ലാം തന്നെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് HIS എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ LIS എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അതായത് ഒരു രോഗിയുടെ ലാബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. LIS എന്ന് പറയുമ്പോൾ ലാബാണ് കേട്ടോ. ലാബുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകൾ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങള്, നടപടിക്രമങ്ങളൊക്കെ മാനേജ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ് LIS എന്ന് പറഞ്ഞാൽ. ഇനി HIS എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ തന്നെയാണ്. അത് വന്നിട്ട് രോഗിയുടെ എല്ലാ ആസ്പെക്ട്സിലുമുള്ള പേഷ്യന്റ് കെയർ ഉറപ്പാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എല്ലാ വിധത്തിലുമുള്ള ഒരു പേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗിയുടെ എന്താ പറയുക അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക, അവരുടെ ബില്ലിങ്, അതുപോലെ ഇൻഷുറൻസ്, പിന്നെന്താണ് അവർക്ക് അത് കഴിക്കുന്ന മരുന്നുകള്, മെഡിക്കേഷൻസ് ട്രാക്ക് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് HIS എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? The records can be kept as a physical copies as instrument printouts or electronically. That means LIS or HIS. ഓക്കെ. ഇനി മൂന്നാമത്തെ എന്താ പറയുന്നത്? LISനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. യൂസ് ഓഫ് LIS, ദാറ്റ് മീൻസ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം enables a laboratory to track the specimens from receipt, processing, testing and reporting to storage. നമ്മളിപ്പോ പറഞ്ഞു LIS എന്താണെന്ന് അല്ലെ?
ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു LIS എന്തിനു സഹായിക്കുന്നുണ്ട് ഒരു ലാബിനെ? അതായത് അവർ സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്നത് തൊട്ട് അല്ലെ, കളക്ട് ചെയ്യുന്നത് തൊട്ട് അതിന്റെ പ്രോസസ്സിങ്ങും അതിന്റെ ടെസ്റ്റിങ്ങും ഒബ്സർവേഷനും എന്തിനു പറയുന്നു, ആ ഒരു റിസൾട്ട് റിലീസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ട്രാക്ക് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന LIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ലാബിനെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് നാലാമത്തെ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടു കഴിഞ്ഞു, ലബോറട്ടറി റെക്കോർഡ്. ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒരു തമ്പെങ്കിലും ഇട്ടേ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ശരി. അപ്പൊ ഇനി അടുത്ത എന്താണ് മിസ്ത്രി? ലാസ്റ്റ് പോയിന്റ് ആണോ? ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? യൂസ് ഓഫ് LIS, അതായത് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം enables a laboratory to track the specimens from receipt, processing, testing and reporting to storage. അതായത് ഈ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ലബോറട്ടറിനെ എന്തിനു സഹായിക്കുന്നുണ്ട്? അതായത് സ്പെസിമെൻസ് കളക്ട് ചെയ്യുന്ന, റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിമെൻസ് സ്വീകരിക്കുന്ന ആ ഒരു സമയം തൊട്ട് അതിന്റെ പ്രോസസ്സിങ്, അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റിങ്, അതിന്റെ റിപ്പോർട്ടിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള LIS സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ലാബിന് ഒരുപാട് എന്താ പറയാ, അവരുടെ വർക്കിന് കൂടുതൽ ഈസി ആക്കുന്നുണ്ട്. ഈ പറഞ്ഞ സ്പെസിമെൻസിനെ എല്ലാവരും കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അനുസരിച്ച് ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. എന്താണ്? ലബോറട്ടറി റെക്കോർഡ്സ് ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു ദി ഫോളോയിങ്. നമ്മളിപ്പോ ലബോറട്ടറി റെക്കോർഡ്സിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ? അപ്പോ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഒരു ലബോറട്ടറി റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇത് മനസ്സിലാക്കി വെക്കണം. കാര്യം ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരാം, താഴെ തന്നിരിക്കുന്നവയിൽ ലബോറട്ടറി റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം അല്ലെ? അപ്പൊ നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് തന്നിട്ടുള്ളൂ, ഇതിലും കൂടുതലുണ്ട്, പക്ഷെ കുറച്ച് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? റിക്വസ്റ്റ് ഫോംസ്. ഈ റിക്വസ്റ്റ് ഫോം എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാ ഫോംസുകളും എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? റിക്വസ്റ്റ് ഫോംസ്. റിക്വസ്റ്റ് ഫോം നമ്മൾ നേരത്തെ കണ്ടതല്ലേ? ആരാണ് റിക്വസ്റ്റ് ഫോം ഫിനിഷ് ചെയ്യുന്നത്? ഒരു ഡോക്ടറോ ഹെൽത്ത് വർക്കറോ ആയിരിക്കും അല്ലെ? അത് ലബോറട്ടറി റെക്കോർഡിൽ ഉൾപ്പെടുന്ന ഒരു ഫോമാണ് കേട്ടോ. റിക്വസ്റ്റ് ഫോംസ് ഉണ്ടായിരിക്കും. പിന്നെന്താ പറയുന്നത്? റിസൾട്ട്സ് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ് അല്ലെ? റിസൾട്ട്സ് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്. റിപ്പോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിന്റെ റിസൾട്ടുകൾ ഉണ്ടായിരിക്കും, റിപ്പോർട്ട് ഉണ്ടായിരിക്കും അല്ലെ? അതിന്റെ പരിശോധനാ ഫലങ്ങളും അതിന്റെ കോപ്പികളും ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വരും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ഒരു കോപ്പി പേഷ്യന്റിന്റെ കയ്യിൽ കൊടുത്തു വിടുമ്പോൾ മറു കോപ്പി ലാബില് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെച്ചിരിക്കണം? സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം അല്ലെ? അപ്പൊ നോക്കിയേ, റിസൾട്ട്സ് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്. പിന്നെന്താ പറയുന്നത്? ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ് അല്ലെ? ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ടുകളായിട്ട് സൂക്ഷിച്ചു വെക്കാമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഫിസിക്കൽ കോപ്പീസ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. പിന്നെ അടുത്തത് എന്താണ്? ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക്ഷീറ്റ്സ്. എന്തായിരിക്കും ലബോറട്ടറി വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ആ ഒരു ലാബിനകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തുന്ന ആ ലാബിന്റെ ബുക്ക് ആയിരിക്കും അല്ലെ? വർക്ക് ബുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വർക്ക് ഷീറ്റുകൾ ഉണ്ടായിരിക്കും. വർക്ക് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ റിട്ടേൺ റെക്കോർഡ്സ് ആണ്. റിട്ടേൺ റെക്കോർഡ്സുകളാണ്. അതായത് ആ ഒരു സാമ്പിള് എടുക്കുന്നത് തൊട്ട് അതിന്റെ ഒബ്സർവേഷനിലേക്ക്, അതിന്റെ ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന റിട്ടേൺ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ലബോറട്ടറി റെക്കോർഡ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ത്? ലബോറട്ടറി വർക്ക് ബുക്സ് ഉണ്ട് ആൻഡ് വർക്ക് ഷീറ്റ്സ് ഉണ്ട്. പിന്നെന്താണ്? ലബോറട്ടറി രജിസ്റ്റേഴ്സ്. എന്താണ് ലബോറട്ടറി രജിസ്റ്റർ എന്ന് പറഞ്ഞാല്? ലബോറട്ടറി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പേരിൽ പറയുന്നു എന്നുള്ളൂ. അതിനകത്ത് ഇഷ്ടം പോലെ രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പം എന്താ പറയാ, സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് വരും, പിന്നെ പറയാ മെയിന്റനൻസ് രജിസ്റ്റേഴ്സ് വരും, കൺസ്യൂമബിൾ രജിസ്റ്റേഴ്സ് വരും, ഇഷ്യൂ രജിസ്റ്റേഴ്സ്, ഇഷ്യൂവിംഗ് രജിസ്റ്റർ വരും. അങ്ങനെ ഒരു പല ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് അടങ്ങിയതാണ് എന്ത്?
ലബോറട്ടറി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ലാബിനകത്ത് മെയിന്റനൻസ് നടക്കും എക്യുപ്മെന്റ്സിന്റെ, അപ്പൊ അതിന്റെ മെയിന്റനൻസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, കൺസ്യൂമബിൾ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ ലാബിനകത്ത് എന്തെല്ലാം എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൺസ്യൂമബിൾ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഇഷ്യൂയിങ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം അടങ്ങുന്നതാണ് എന്ത് ലബോറട്ടറി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്, കാലിബറേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് അല്ലെ. കാലിബറേറ്റ് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എക്യുപ്മെന്റിന് കൃത്യമായിട്ട് കാലിബറേറ്റ് ചെയ്യണം, അതിന്റെ കൃത്യത എപ്പോഴും നമ്മൾ സ്ഥിരീകരിക്കണം. അപ്പൊ അതിനുള്ള കാലിബറേഷൻ റെക്കോർഡ്സ്, അതായത് ഓരോ എക്യുപ്മെന്റ്സും എപ്പോഴൊക്കെ കാലിബറേറ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡീറ്റെയിലുകൾ, അതുപോലെ ഏത് ഓപ്പറേറ്റർ ആണ് ആ ഒരു കാലിബറേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്, എത്ര തവണ കാലിബറേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡ്, അതാണ് കാലിബറേഷൻ റെക്കോർഡ്സ്. പിന്നെന്താണ്, ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ് അല്ലെ. നമുക്ക് കിട്ടുന്ന ആ ഒരു റോ ഡാറ്റയിൽ നിന്നും നമ്മൾ പല കാൽക്കുലേഷൻസിലൂടെയുമാണ് എവിടേക്ക് എത്തുന്നത്, ഒരു ഒബ്സർവേഷനിലേക്ക് എത്തുന്നത് അല്ലെ. അത്തരത്തിലുള്ള കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്. പിന്നെന്താണ് പറയുന്നത്, QC റെക്കോർഡ്സ് കേട്ടോ. QC റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് ക്വാളിറ്റി കൺട്രോൾ ആണ് കേട്ടോ. അവിടെ മാനുവൽ എന്നാണ് എഴുതി വെച്ചേക്കുന്നത്, മാനുവൽ അല്ല കേട്ടോ. C അല്ലേ പറഞ്ഞിരിക്കുന്നത്, C എന്ന് വെച്ചാൽ എന്താണ്, കൺട്രോൾ ആണ് കേട്ടോ. ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സ്. എന്തായിരിക്കും ക്വാളിറ്റി കൺട്രോൾ, പേരിൽ തന്നെ കിട്ടുമല്ലോ, ക്വാളിറ്റി ആണ് അല്ലെ. ആ ലാബിൽ നടക്കുന്ന ടെസ്റ്റിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ക്വാളിറ്റി കൺട്രോൾ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് എന്താണ്, ഇൻസിഡന്റ് ബുക്ക് കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. അതായത് ഈ ലാബിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻസുകൾ അല്ലെ. ഇപ്പൊ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങൾ നടക്കാം. ചിലപ്പോൾ ചെറിയ ലാബ് ആക്സിഡൻസ് ആവാം, ഇനി വല്ല ഇഞ്ചുറീസോ അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെ. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് രേഖപ്പെടുത്തി വെക്കണം, ഒരു ഇൻസിഡന്റ് ബുക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. അങ്ങനെ ഓരോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് കറക്റ്റീവ് ആക്ഷൻ ആണ് ലാബ് എടുത്തേക്കുന്നത്, എന്ത് കറക്റ്റീവ് ആക്ഷൻസ് ആണ് അവർ എടുത്തിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടുകളും ഉണ്ടാകും. പിന്നെന്താണ് പറയുന്നത്, സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ് അല്ലെ. സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. സ്റ്റോക്ക് കാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്, ആ ലാബിനകത്തേക്ക് വരുന്ന ഗുഡ്സ് അല്ലെ. ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഗുഡ്സ്, അതായത് ലാബിലേക്ക് വരുന്നതും ലാബിൽ നിന്ന് പോകുന്നതുമായിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കും, ഗുഡ്സ് ഉണ്ടായിരിക്കും. അതിനെ കുറിച്ചുള്ള കാര്യങ്ങള്. പിന്നെന്താണ്, സപ്ലൈ റെക്കോർഡ്സ് അല്ലെ. ലാബിനകത്തേക്ക് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, മറ്റു കെമിക്കൽസ്, റിയേജൻസ്, ഗ്ലാസ് വെയർസ്, അതിന്റെയൊക്കെ സപ്ലൈ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയുള്ള എത്രത്തോളം ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സും ഒക്കെ സപ്ലൈ നടക്കുന്നുണ്ട് ലാബിലേക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന സപ്ലൈ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്, പേഴ്സോണൽ റെക്കോർഡ്സ്. പേഴ്സോണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഉദ്യോഗസ്ഥനാണ് അല്ലെ, അല്ലെങ്കിൽ എന്താണ്, അവിടുത്തെ സ്റ്റാഫാണ്. അപ്പൊ പേഴ്സണൽ റെക്കോർഡ്സ്, ദാറ്റ് മീൻസ് സ്റ്റാഫ് ട്രെയിനിങ്, കോമ്പിറ്റൻസി റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് ആ ഒരു ലാബിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ അഥവാ ആ ഒരു സ്റ്റാഫ് അല്ലെ, അവരുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫ് ട്രെയിനിങ്ങിന്റെ, അവർക്ക് കൊടുത്ത പരിശീലനത്തിന്റെ, പിന്നെ കോമ്പിറ്റൻസി റെക്കോർഡ് അല്ലെ, അവരുടെ പെർഫോമൻസിന്റെ ആ ഒരു കോമ്പിറ്റൻസി റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ഹെൽത്ത് റെക്കോർഡ്സ്. ഇതെല്ലാം അടങ്ങുന്നതാണ് എന്ത്, പേഴ്സോണൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതതിനകത്ത് വരുന്നതാണ്. പിന്നെ കംപ്ലൈന്റ്സ് ആൻഡ് ഡയർ റെസൊല്യൂഷൻ, അതായത് പരാതികളും അതിനവരെടുത്ത പരിഹാരങ്ങളും അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. പിന്നെന്താണ്, ഇൻവെന്ററി. ഇൻവെന്ററിയുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അസറ്റ്സ് ആണ് അല്ലെ, ആസ്തികളാണ്. എന്താണ് ലാബിന്റെ ആസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ലാബിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെയാണ് ആ ലാബിന്റെ ഇൻവെന്ററി, അത് അഥവാ അസറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, സേഫ്റ്റി മാനുവൽ അല്ലെ, ലാബിന്റെ സേഫ്റ്റി സംബന്ധിക്കുന്ന സുരക്ഷാ മാനുവൽ ഉണ്ടായിരിക്കണം. പിന്നെ ബഡ്ജറ്റ്സ് അല്ലെ. ബഡ്ജറ്റ് എന്താണ്, സാധാരണ നമ്മൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വർഷത്തേക്കൊക്കെ ആയിട്ട് വരവ് ചെലവ് കണക്കുകളൊക്കെ കണക്കാക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ബഡ്ജറ്റ്. അപ്പൊ ലാബിനെ സംബന്ധിച്ച് ലാബിന്റെ ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു ലാബിലേക്ക് ചിലപ്പോൾ ഒരു ഇത്ര കാലയളവിലേക്ക് എത്ര കൺസ്യൂമബിൾസ് വേണം, അല്ലെങ്കിൽ എത്ര എക്യുപ്മെന്റ്സ് അവർക്ക് ആവശ്യമുണ്ട്, അതിനനുസരിച്ചുള്ള വരവ്, അതിന് വേണ്ടി വരുന്ന ചെലവ്, അങ്ങനെയൊക്കെ കണക്കാക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായല്ലോ? ഇതാണ് ലാബിനെ സംബന്ധിച്ച് ലാബിന്റെ ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുണ്ടായിരിക്കണം. പിന്നെ എന്താണ്, SOPs. SOPs നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ്, അത് കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് എല്ലാവരും കറക്റ്റ് ആണ് പറഞ്ഞ, കറക്റ്റ് ആണ് കേട്ടോ.
സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മൾ എക്യുപ്മെന്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ഓരോ എക്യുപ്മെന്റും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഓപ്പറേറ്റർക്ക് നിർദ്ദേശിക്കുന്ന കുറച്ച് സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ത് ഫോമിൽ സൂക്ഷിച്ചു വെക്കണം നമ്മൾ ലാബിനകത്ത്? SOP ഫോമിൽ വേണം സൂക്ഷിച്ചു വെക്കാനായിട്ട്. അപ്പൊ അതവിടെ ഉണ്ടായിരിക്കണം, SOP ഉണ്ടായിരിക്കണം കേട്ടോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്? വർക്ക് ലോഡ് ആൻഡ് സർവെയിലൻസ് റിപ്പോർട്ട്സ് അല്ലെ. വർക്ക് ലോഡ്, ആ സ്റ്റാഫിന് വരുന്ന വർക്ക് ലോഡ്, അവരുടെ ജോലി ഭാരം, അതുപോലെ തന്നെ സർവെയിലൻസ് റിപ്പോർട്ട്സ്, അവര് നിരീക്ഷിക്കുന്ന അവരുടെ നിരീക്ഷണ റിപ്പോർട്ടുകളും, ഇതെല്ലാം അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലബോറട്ടറി റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒന്നുകൂടെ വായിക്കാം. ഇതെന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല, പക്ഷെ നമ്മൾക്ക് അറിയണം. ഒരു ലബോറട്ടറി റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് അറിയണം. എന്തൊക്കെയാണ്? റിക്വസ്റ്റ് ഫോംസ് ഉണ്ട്, പിന്നെ റിസൾട്ട്സ് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്, ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക്ഷീറ്റ്സ്, ലബോറട്ടറി രജിസ്റ്റേഴ്സ്, കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, QC റെക്കോർഡ്സ്. അത് ക്വാളിറ്റി മാനുവൽ എന്നാണ്, അത് തെറ്റാണ്, മാനുവൽ അല്ല കേട്ടോ, ക്വാളിറ്റി കൺട്രോൾ എന്നാണ്, തിരുത്തി എഴുതണം കേട്ടോ. QC റെക്കോർഡ്സ്. പിന്നെന്താണ്? ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്സ്. പിന്നെന്താണ്? സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്, പേഴ്സണൽ റെക്കോർഡ്സ്. പേഴ്സണൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ, ഉദ്യോഗസ്ഥനാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ്? സ്റ്റാഫ് ട്രെയിനിങ് ഉണ്ട്, കോമ്പിറ്റൻസി റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? കംപ്ലൈന്റ്സ് ആൻഡ് ദെയർ റെസൊല്യൂഷൻ, ഇൻവെന്ററി ഓർ അസറ്റ്സ്, സേഫ്റ്റി മാനുവൽ, ബഡ്ജറ്റ്സ്, SOPs, വർക്ക് ലോഡ് ആൻഡ് സർവെയിലൻസ് റിപ്പോർട്ട്സ്. ഇതെല്ലാം അടങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലബോറട്ടറി റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മള് ലാബിലെ പോളിസീസും പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണ് മനസ്സിലാക്കി അല്ലെ. അതൊരു പ്രാക്ടിക്കൽ സൈഡാണ്. 4 പ്രൊസീജിയേഴ്സ് വന്നു. സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ, രണ്ടാമത്തത് റിക്വസ്റ്റ് ഫോം, മൂന്നാമത്തത് സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ, നാലാമത്തത് ലബോറട്ടറി റെക്കോർഡ് കേട്ടോ. ലബോറട്ടറി റെക്കോർഡിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു. ഇനി അടുത്തതിലേക്ക് പോവാൻ നമുക്ക്. അടുത്തത് എന്താണ്? സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമുക്ക് വായിച്ചു നോക്കാം. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്. ലബോറട്ടറികളിൽ സേഫ്റ്റി എങ്ങനെയായിരിക്കണം? എന്താണ് സേഫ്റ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ലാബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ സേഫ്റ്റി എന്ന് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. പേഴ്സണൽസ് ഹു ആർ വർക്കിംഗ് ഇൻ ലബോറട്ടറീസ് മേ ബി സബ്ജക്റ്റഡ് ടു ദ റിസ്ക് ഫ്രം വാരിയസ് കെമിക്കൽസ്, ഇൻഫെക്റ്റീവ് മെറ്റീരിയൽസ്, ഫയർ ഡേഞ്ചർ, ഇലക്ട്രിക്കൽ ഷോക്ക്, ഗ്യാസ് ലീക്ക് എക്സെട്ര. എന്താ പറയുന്നത്? അതായത് ലാബിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ്, ഉദ്യോഗസ്ഥർ അല്ലെ, അവര് പലതരത്തിലുള്ള റിസ്കുകൾ ഫേസ് ചെയ്യുന്നവരാണ് അല്ലെ. എന്തൊക്കെ റിസ്കുകളാണ് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? നോക്കൂ. റിസ്ക് ഫ്രം ദ വാരിയസ് കെമിക്കൽസ് അല്ലെ, പലതരത്തിലുള്ള കെമിക്കൽസിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽസ് വരുന്ന സ്പെസിമെൻസ് എന്ന് പറഞ്ഞാല് ഇൻഫെക്റ്റഡ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫെക്റ്റീവ് മെറ്റീരിയൽസ്, അതുപോലെ ഫയർ ഡേഞ്ചർ, പിന്നെ ഇലക്ട്രിക്കൽ ഷോക്ക്, ഗ്യാസ് ലീക്ക്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ മുമ്പിലുണ്ട് അല്ലെ ലാബിനെ സംബന്ധിച്ചത്. അത്തരത്തിലുള്ള റിസ്കുകളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളാണ് ആരെന്ന് പറയുന്നത്? ആ ഒരു ലാബില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. അപ്പൊ എന്ത് ചെയ്യണം? അത് മാത്രമല്ല, the environment is also at the risk of being contaminated by dangerous materials used and waste generated in the laboratory. അത് മാത്രമല്ല, സ്റ്റാഫിന്റെ കാര്യം അങ്ങനെ ഒരു സൈഡില്. പിന്നെ ഈ ലാബിൽ അതിന്റെ എൻവിയോൺമെന്റ്, ആ ലാബിന്റെ എൻവിയോൺമെന്റ്, അഥവാ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് ബൈ ദ ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ. അവിടെ ഈ പറഞ്ഞ ലാബിൽ ഉപയോഗിക്കുന്ന പല ഡേഞ്ചറസ് മെറ്റീരിയൽസ് കൊണ്ടും, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന പല വേസ്റ്റ് കൊണ്ടും അവിടുത്തെ എൻവിയോൺമെന്റും എന്താണ്? കണ്ടാമിനേറ്റഡ് ആണ്, മലിനമാണ്. അങ്ങനെയുള്ള റിസ്കും ഉണ്ട് അവിടെ അല്ലെ. അപ്പൊ നോക്കിയേ, പോളിസീസ് ഷുഡ് ഡിഫൈൻ ദ യൂസ് ഓഫ് ഷാർപ്സ്, ഡിസ്പോസൽ ഓഫ് ബയോ വേസ്റ്റ്, റിയേജൻസ്, ഷാർപ്പ് എന്താണ് സർ? മൺഡേ ക്ലാസ് റെക്കോർഡ് ഇട്ടില്ല. മൺഡേയില് ഇവിടെ ഇന്നലെ അവധിയായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് തന്നെ അതിന്റെ റെക്കോർഡ് ക്ലാസ് വരും കേട്ടോ. ഇന്നലെ ഇവിടെ ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇട്ടു കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ്? പോളിസീസ് ഷുഡ് ഡിഫൈൻ ദ യൂസ് ഓഫ് ഷാർപ്സ്, ഡിസ്പോസൽ ഓഫ് ബയോ വേസ്റ്റ്, reagents, sharps and other waste involved in the laboratory. Okay, sir.
അക്കോർഡിംഗ് ടു ദി ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻസ്. അപ്പൊ എന്ത് വേണം? പോളിസീസ് ഷുഡ് ഡിഫൈൻ, അല്ലെ? നയങ്ങൾ രൂപീകരിക്കണം. അതായത് ഈ ഒരു ലാബിനകത്തുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പ്രത്യേക നയങ്ങൾ തന്നെ ഉണ്ടായിരിക്കണം, പ്രത്യേക പോളിസി തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? that should define the use of sharp disposal of bio waste, reagents, sharps and other waste evolved in the laboratory according to the local and national regulations. അതായത് പ്രാദേശികവും ദേശീയവുമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെ ഈ ലാബിൽ നിന്നും ഉണ്ടാകുന്ന പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അതെല്ലാം തന്നെ റിമൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നീക്കം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള പോളിസികൾ എവിടെ ഉണ്ടായിരിക്കണം? ലാബിനകത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായതോ? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ ഇറ്റ് ഈസ് നെസസറി ടു ട്രെയിൻ ഓൾ പേഴ്സണൽ ഇൻ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. അത് മാത്രമല്ല, ആ ഒരു ലാബിന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, എല്ലാ സ്റ്റാഫുകൾക്കും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രിക്കോഷൻസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കാനുള്ള ഒരു പരിശീലനവും അവർക്കുണ്ടായിരിക്കണം. ഒരു ലാബിനകത്ത് പല സേഫ്റ്റി, എന്താ പറയാ, സേഫ്റ്റി വെരി ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? പലതരത്തിലുള്ള റിസ്കുകൾ അവർ ഫേസ് ചെയ്യേണ്ടവരാണ്. അപ്പൊ അവർക്ക് അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയൊക്കെ എന്താണ് ഓവർകം ചെയ്യാനുള്ള ഒരു മുൻകരുതൽ, അതിനുള്ള ഒരു പരിശീലനം അവിടുത്തെ ഓരോ സ്റ്റാഫിനും കൊടുത്തിരിക്കണം. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്? സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് therefore includes protection of both the personnel and the environment from dangerous materials. എന്ന് പറഞ്ഞാല് ലബോറട്ടറിയിലെ സേഫ്റ്റി, അല്ലെ? ലബോറട്ടറിയുടെ സുരക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അല്ലെ? അതെന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്? ആ ഒരു ലാബിന്റെ എൻവിയോൺമെന്റിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെയും കൂടെ സേഫ്റ്റിനെ ബാധിക്കുന്ന ഒന്നാണ് ഈ ലബോറട്ടറിയുടെ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് ലബോറട്ടറിയുടെ സുരക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പകരം എന്തും കൂടെയാണ് അവിടുത്തെ എൻവിയോൺമെന്റിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കുന്നത്. എന്താണ് രഹസ്യം? ഒന്നുകൂടി പറയുന്ന മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതായത് നമ്മള് ലബോറട്ടറിയുടെ സേഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത്, സുരക്ഷയെ കുറിച്ചാണ് പറയുന്നത്. സുരക്ഷ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റാഫുകൾക്ക് കുറെ റിസ്കുകൾ വരുന്നുണ്ട്, അല്ലെ? പലതരത്തിലുള്ള റിസ്കുകൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ലാബിനകത്ത്. അത് മാത്രമല്ല, ആ ഒരു ലാബിന്റെ എൻവിയോൺമെന്റിനും പല റിസ്കുകളുണ്ട്. ഒത്തിരി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും സാമ്പിൾസും ഒക്കെ അല്ലേ അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എൻവിയോൺമെന്റ് കണ്ടാമിനേറ്റ് ചെയ്യാനുള്ള ഒരു റിസ്കുകൾ അവിടെ ഉണ്ട്. അപ്പോ സുരക്ഷ എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ സ്റ്റാഫുകൾക്കും സുരക്ഷ കൊടുക്കണം, അതോടൊപ്പം തന്നെ അതിന്റെ അറ്റ്മോസ്ഫിയറും എന്തായിരിക്കണം? സുരക്ഷിതമായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പോളിസീസുകൾ എവിടെ എടുത്തിരിക്കണം? ലാബിനകത്ത് എടുത്തിരിക്കണം. കണ്ടാമിനേറ്റ് എന്ന് പറഞ്ഞാൽ മലിനമാക്കുക എന്നാണ് അർത്ഥം. പ്രത്യേകം കിട്ടിയോ? കണ്ടാമിനേഷൻ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആവാന്ന് വെച്ചാൽ മലിനമാകുക എന്നാണ് അർത്ഥം. കിട്ടിയില്ലേ? ഇതിനകത്ത് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും വരാനില്ല. ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ലാബില് നമ്മൾ ഓരോ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്, ഓരോ ഷാർപ്പ് സ്വിച്ച് ആയിക്കോട്ടെ, മറ്റ് എന്തായിക്കോട്ടെ, ഗ്ലാസ് വേസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം യൂസ് ചെയ്യുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പോളിസീസ് ഉണ്ടായിരിക്കണം. പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള പോളിസീസ്, അത് പ്രത്യേകം പറയുന്നുണ്ട്, പ്രാദേശികവും നാഷണൽ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സുരക്ഷ എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ ലാബിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന വേസ്റ്റുകളൊക്കെ നമ്മൾ പുറത്തേക്ക് കളയുകയാണെന്ന് വെച്ചാൽ ആ പ്രദേശത്തിന് അത് കണ്ടാമിനേറ്റ് ചെയ്യും, അല്ലെ? ആ ഒരു ലാബ് ലൊക്കേറ്റ് ചെയ്യുന്ന പ്രദേശത്തിന് അത് ബാധിക്കും. അപ്പൊ പ്രദേശവാസികൾ ഉണ്ടായിരിക്കും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് വേസ്റ്റ് ഡിസ്പോസലിനുള്ള പോളിസി ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. അതിന് കൂടുതലൊന്നും ചോദിക്കാനില്ല കേട്ടോ. സുരക്ഷയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. മറ്റേ ആ കുട്ടിയുടെ പേരെന്താണ്? നൗഫിയ. നൗഫിയനെ ഇപ്പൊ ക്ലാസ്സിൽ കാണാറില്ലല്ലോ. നൗഫിയ ഉണ്ടോ ക്ലാസ്സിനകത്ത്? സാധാരണ മെസ്സേജ് ഒക്കെ വരാറുണ്ട്, ഇപ്പൊ കാണാറില്ല നൗഫിയനെ. നിങ്ങൾ ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അന്വേഷിച്ചതായിട്ട് പറയണം കേട്ടോ. 19-ാം തീയതി എങ്ങാണ്ടും കുട്ടിക്ക് ചെക്കപ്പ് പറഞ്ഞിരുന്നല്ലേ, തിങ്കളാഴ്ച എങ്ങാണ്ടും. അതിന് മുമ്പേ തന്നെ പിന്നെ ആളെ കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചേട്ടാ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ജനറൽ സേഫ്റ്റി മെഷേഴ്സ്. നമ്മളിപ്പോ സേഫ്റ്റിയെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പൊ നോക്കൂ, ജനറൽ സേഫ്റ്റി മെഷേഴ്സ്, അതായത് സാധാരണയായിട്ട് നമ്മള് ലാബിൽ എടുക്കുന്ന സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് അത് നമുക്ക് ഇനി നോക്കാം, അല്ലെ? നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ്, all laboratory personnel should have a knowledge of the laboratory safety policies and procedures and act in accordance with these at all times. another item,
all laboratory personnel should have a knowledge of the laboratory safety policies and procedures and act in accordance with these at all times. എന്ന് പറഞ്ഞാല് ലാബിനകത്തുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ എല്ലാ സ്റ്റാഫുകൾക്കും എന്താണ് ലബോറട്ടറിയിലെ സേഫ്റ്റി പോളിസീസിനെ കുറിച്ചും പ്രൊസീജിയേഴ്സിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അറിവുണ്ടായാൽ മാത്രം പോരാ, അതിനനുസരിച്ച് അവരെല്ലാ സമയത്തും പ്രവർത്തിക്കുകയും വേണം. മനസ്സിലായി? അതാണ് ആദ്യത്തെ സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലെ. ലാബിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളും ആ ഒരു ലാബിന്റെ സേഫ്റ്റി പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. നമുക്ക് അറിവുണ്ടായാൽ മാത്രം കാര്യമില്ല. ഒരുപാട് അറിവുണ്ടായാലും നമുക്കത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ വേണം, അതിനുള്ള ഒരു സ്കില്ലും കൂടെ വേണ്ടേ. അപ്പൊ അവരതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടെ വേണം എല്ലാ സമയത്തും. അതാണ് ആദ്യത്തെ സേഫ്റ്റി മെഷർ. മനസ്സിലായില്ലേ? പിന്നെ അടുത്തത് രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ലിസ്റ്റ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ് അല്ലെ. അതായത് ലാബിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാവിധ ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ ലിസ്റ്റ് എപ്പോഴും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അതായത് ആ ഒരു ലാബിനകത്ത് ഇത്ര ഡേഞ്ചറസ് മെറ്റീരിയൽസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു കണക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതാണ് അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ലിസ്റ്റ് ഓഫ് ദ ഡേഞ്ചറസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി ഷുഡ് ബി പ്രിപ്പയർഡ്. മനസ്സിലായല്ലോ? ആ ലാബിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഡേഞ്ചറസ് മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് തന്നെ എപ്പോഴും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് available as stand-alone facility or attached to sink. അതിനകത്തൊരു പ്രയോഗം വരുന്നുണ്ട് അല്ലെ. സ്റ്റാൻഡ് അലോൺ. എന്താണ് സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞൊരു പ്രയോഗം എന്ന് പറഞ്ഞാല് സെപ്പറേറ്റ്ലി എന്നാണ് കേട്ടോ അവിടെ അർത്ഥാക്കുന്നത്. സെപ്പറേറ്റ്ലി എന്നാണ് അർത്ഥം സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്ന പ്രയോഗം. ഇനി ഇവിടെ നോക്കിയേ, ഐ വാഷ് ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ആസ് സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക് അല്ലെ. കണ്ണ് കഴുകാനുള്ള ഒരു സൗകര്യം അതൊരു സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ആയിട്ട് തന്നെ ലഭ്യമാക്കിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. കണ്ണ് കഴുകാനായിട്ട് ഒരു പ്രത്യേക സൗകര്യം തന്നെ അവിടെ ഉണ്ടായിരിക്കണം. ഓർ അറ്റാച്ച്ഡ് ടു സിങ്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ണ് വാഷ് ചെയ്യാനുള്ള ഒരു സൗകര്യം, കണ്ണ് മാത്രമല്ല കണ്ണും കൈകളും ഒക്കെ വരും കേട്ടോ. അപ്പൊ കണ്ണ് വാഷ് ചെയ്യാനുള്ള ഒരു സൗകര്യം എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്കറിയാം കണ്ണുകൾ അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. കാര്യം എന്താണ്? നമ്മൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെ. മൈക്രോസ്കോപ്പിലൂടെ നോക്കിയും മറ്റും ഏറ്റവും കൂടുതൽ പണി വരുന്നുണ്ട് കണ്ണിന്. അപ്പൊ കണ്ണ് കഴുകാനുള്ള ഒരു ഫെസിലിറ്റി, അത് മാത്രമല്ല ഒത്തിരി കെമിക്കൽസ് റിയേജൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അതെല്ലാം കണ്ണിലേക്കൊക്കെ തെളിക്കി ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ണ് കഴുകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി തന്നെ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത്. സേഫ്റ്റി ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയില്ല? എന്തായിരുന്നു ഫസ്റ്റ് പോയിന്റ്? അതായത് എല്ലാ ലബോറട്ടറി ഉദ്യോഗസ്ഥർക്കും ആ ഒരു ലബോറട്ടറി സേഫ്റ്റി പോളിസീസിനെ കുറിച്ചും പ്രൊസീജിയേഴ്സിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അത് മാത്രമല്ല എല്ലാ സമയത്തും അതിനനുസരിച്ച് അവര് പ്രവർത്തിക്കുകയും വേണം. മനസ്സിലായല്ലോ? സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സെപ്പറേറ്റ്. ഇനി അടുത്ത പോയിന്റ് നോക്കി. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ബയോഹസാർഡ് സിംബൽ should be used on all container or equipment that contains biodangerous material അല്ലെ. അതായത് ബയോഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ബയോഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ശരിക്കും പറഞ്ഞ മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകട ഭീഷണി ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ബയോഹസാർഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകട ഭീഷണി ഉണ്ടാക്കുന്ന അത്തരം മെറ്റീരിയലുകളെയാണ് നമ്മൾ ബയോഹസാർഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇപ്പോ ബയോഹസാർഡ് എന്ന് പറയുമ്പോൾ ജൈവികമായിട്ട് ഉണ്ടാകുന്ന വേസ്റ്റുകളായിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ, ഇപ്പൊ ബ്ലഡ്, അത് സാമ്പിൾ ചെക്ക് ചെയ്ത് അതിന്റെ വേസ്റ്റ് നമ്മൾ കളയും അല്ലെ. അതിന്റെ പഞ്ഞി അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ താഴേക്കിടും. താഴേക്കിടല്ല, പഞ്ഞിയൊക്കെ വേസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ പല സ്പെസിമെൻസിന്റെ വേസ്റ്റ് വരും. അതിൽ നിന്നൊക്കെ പലതരത്തിലുള്ള എന്താണ് അണുക്കള് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്നും പലതരത്തിലുള്ള അസുഖങ്ങള് അത് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെയാണ് ഈ ബയോഹസാർഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകട ഭീഷണി ഉണ്ടാക്കുന്ന മെറ്റീരിയലുകൾ കേട്ടല്ലോ. അപ്പൊ അത്തരത്തില് ബയോഹസാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയിക്കോട്ടെ, എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, അവിടെ എല്ലാം തന്നെ ബയോഹസാർഡ് സിംബല് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്?
ബയോ ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ എന്താണ് ബയോ ഹസാർഡ് സിമ്പൽ കൊണ്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ഇൻ മാനേജിംഗ് ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ് ലൈക്ക് ലാർജ് സ്പില്ലേജ്, ഗ്യാസ് ലീക്കേജ് എക്സെട്ര. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, സേഫ്റ്റിയിൽ പറഞ്ഞപ്പോ എന്താണ്, അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരുടെ സേഫ്റ്റിക്കുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ തന്നെ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്, ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ഇൻ മാനേജിംഗ് ഫയർ. ഏതെങ്കിലും കാരണവശാൽ വല്ല തീപിടുത്തോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊക്കെ എന്താണ് ഓവർകം ചെയ്യാനുള്ള, അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പരിശീലനം അവർക്ക് കിട്ടിയിരിക്കണം. ആൻഡ് നോൺ ഫയർ എമർജൻസീസ് ലൈക്ക് ലാർജ് സ്പില്ലേജ്, ഗ്യാസ് ലീക്കേജ്. അത് മാത്രമല്ല, തീ മാത്രമല്ല അല്ലെ, മറ്റു പല ലാബ് ആക്സിഡന്റ്സ് വരാം. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാസ് ലീക്കേജ്, ചോർച്ചകൾ വരാം. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു പരിശീലനം ആർക്കുണ്ടായിരിക്കണം? ലബോറട്ടറി പേഴ്സണലിന് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ആംപിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഷുഡ് ബി ക്വിക്കലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. ആംപിൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. ആംപിൾ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം മതിയാവോളം അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് എന്നാണ് കേട്ടോ. അപ്പൊ ഒന്ന് വായിച്ചേ, ആംപിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഷുഡ് ബി ക്വിക്കലി അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. അതായത് ഒരു ലാബിനകത്ത് ആവശ്യത്തിനനുസരിച്ചുള്ള ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് എപ്പോഴും ലഭ്യമാക്കിയിരിക്കണം അല്ലെ. എന്തെങ്കിലും പെട്ടെന്ന് തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് എന്താണ് ഈ പറഞ്ഞ് തീ അണയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആവശ്യത്തിനനുസരിച്ചുള്ള അഗ്നിശമന ഉപകരണങ്ങളെല്ലാം തന്നെ ലബോറട്ടറിക്കകത്ത് അവൈലബിൾ ആക്കിയിരിക്കണം. ക്ലിയർ ആയല്ലോ? അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ആക്സിഡന്റ് ഓർ ഇൻസിഡന്റ് ഓർ ഇഞ്ചുറീസ് റെക്കോർഡ് ഓഫ് ലബോറട്ടറി പേഴ്സണൽ ഷുഡ് ബി കെപ്റ്റ് ആൻഡ് ഇന്റിമേറ്റഡ് ടു ദ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. എന്താണ്? ലാബിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസിഡന്റ് ആവാം, പിന്നെ ഇഞ്ചുറീസ് അല്ലെ. അതിന്റെ എല്ലാം തന്നെ ഇഞ്ചുറീസ് റെക്കോർഡ് ഓഫ് ലബോറട്ടറി പേഴ്സണൽ അല്ലെ. ആ ലാബിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കണം. അത് മാത്രമല്ല, that it should be intimated to the designated authority. അതായത് അധികാരപ്പെട്ട വ്യക്തിയുമായിട്ട് അതിനെ അറിയിക്കുകയും ചെയ്യണം അല്ലെ. അധികാരപ്പെട്ട വ്യക്തിയെ അത് അറിയിക്കുകയും ചെയ്യണം. അതാണ് അടുത്തൊരു സേഫ്റ്റി മെഷർ എന്ന് പറയുന്നത്. ലാബിനകത്ത് അവിടുത്തെ സ്റ്റാഫുകൾക്ക്, പേഴ്സണൽസിന് ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡൻസോ ഇഞ്ചുറീസോ ഉണ്ടായിക്കഴിഞ്ഞാല് അതിന്റെ റെക്കോർഡ്സുകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുകയും അത് ബന്ധപ്പെട്ട അധികാരിനെ അറിയിക്കുകയും വേണം. മനസ്സിലായല്ലോ? ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഡു നോട്ട് ച്യൂ ഗം, ഡ്രിങ്ക്, സ്മോക്ക് ഓർ ഈറ്റ് വൈൽ വർക്കിംഗ് ഇൻ ദ ലാബ്. അതായത് ലാബില് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ചവയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുകയോ പുകവലിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല ലാബില് വർക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെന്താണ്? ലബോറട്ടറി ഗ്ലാസ് വെയർ ഷുഡ് നെവർ ബി യൂസ്ഡ് ആസ് എ ഫുഡ് ഓർ ബിവറേജ് കണ്ടെയ്നേഴ്സ്. അത് മാത്രമല്ല, ലബോറട്ടറിക്കകത്ത് ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയേഴ്സ് അതൊന്നും തന്നെ ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കാനോ കുടിക്കാനുള്ള പാത്രങ്ങളായിട്ടൊന്നും നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കാനൊന്നും പാടില്ല. മനസ്സിലായല്ലോ? ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വായിലിട്ട് ചവയ്ക്കുക അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുക അങ്ങനത്തെ പ്രവൃത്തികളിലൊന്നും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. അത് മാത്രമല്ല, അവിടെ ഉപയോഗിക്കുന്ന ഗ്ലാസ് വെയേഴ്സ് കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഉള്ള പാത്രങ്ങളായിട്ടൊന്നും ഒരു കാരണവശാലും ഉപയോഗിക്കാനായിട്ട് പാടില്ല. മനസ്സിലായല്ലോ? പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഓൾവേസ് പുട്ട് ഓൺ സ്യൂട്ടബിൾ ക്ലോത്തിങ്, കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ട്സ് ഓർ ആപ്രൻസ് ആർ സജസ്റ്റഡ്. എപ്പോഴും നമുക്കറിയാം, നമ്മൾ ലാബില് കണ്ടിട്ടില്ലേ, ലാബിൽ എങ്ങനെയാണ് അവര് നല്ല കോട്ടൊക്കെ ധരിച്ചുകൊണ്ടാണ് അവർ ഓരോ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതിനല്ലേ ലാബിലെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ എന്താണ് പറയുന്നത്? ഓൾവേസ് പുട്ട് ഓൺ സ്യൂട്ടബിൾ ക്ലോത്തിങ്, അതായത് അനുയോജ്യമായിട്ടുള്ള ഒരു വസ്ത്രധാരണമായിരിക്കണം ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. എന്ന് പറഞ്ഞാല് കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ട്സ് അല്ലെ. കെമിക്കൽസ് ഒക്കെ അവര് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ അതിലേക്ക് കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ ധരിക്കണം. അതുപോലെ ഓർ ആപ്രൺസ് കേട്ടോ, ആപ്രണുകളൊക്കെ ധരിച്ചുകൊണ്ട് വേണം ലാബിൽ പ്രവർത്തിക്കാനായിട്ട്. ഈ ആപ്രൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അമ്മമാരൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, കഴുത്തിൽ കൂടെ കെട്ടുന്ന ആ ഒരു സംഭവം തന്നെയാണ് ആപ്രൺ എന്ന് പറയുന്നത് കേട്ടോ.
അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വേണം എവിടെ വർക്ക് ചെയ്യാനായിട്ട്, ലാബിനകത്ത് വർക്ക് ചെയ്യാനായിട്ട്. ഇതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വസ്ത്രങ്ങളിലേക്ക് തെറിക്കുകയോ വല്ല പൊള്ളലേക്കോ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്യൂട്ടബിൾ ക്ലോത്തിങ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്, ഹാൻഡിൽ needles, syringes and other shafts with the utmost care. Utmost എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ടാണ്, അങ്ങനെയാണ് കേട്ടോ അർത്ഥം. അറ്റ്മോസ്റ്റ് കെയർ എന്ന് പറഞ്ഞാല് ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ട്. എന്താണ് പറയുന്നത്? ഹാൻഡിൽ നീഡിൽസ്, സിറിഞ്ചസ് ആൻഡ് അതർ ഷാഫ്റ്റ്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ അല്ലെ. അതായത് ലാബിൽ ഉപയോഗിക്കുന്ന നീഡിൽസ് ആയിക്കോട്ടെ, സിറിഞ്ചുകൾ ആയിക്കോട്ടെ, മറ്റെന്ത് ഷാർപ്പ് വെപ്പൺസ് ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് വളരെ ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സെക്യൂർഡ് ടു പ്രിവെന്റ് ദം ഫ്രം ബീയിങ് knocked over. എന്താണ്? കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഷുഡ് ബി സെക്യൂർഡ് ടു പ്രിവെന്റ് ദം ഫ്രം ബീയിങ് knocked over. knocked over എന്നൊക്കെ പറഞ്ഞ എന്താ അർത്ഥം? knocked over എന്ന് വെച്ച് ശരിക്കും പറഞ്ഞാൽ ഹിറ്റിംഗ് വിഗറസ്ലി എന്ന് പറയും. എന്ന് പറഞ്ഞാല് പൊട്ടിത്തെറിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ബ്ലാസ്റ്റ് ചെയ്യുക, അതിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലാബിനകത്ത് നമ്മൾ ഗ്യാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും, കംപ്രസ്ഡ് ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ്. അതൊക്കെ വളരെ സെക്യൂർ ആയിട്ട് വേണം ഇപ്പോഴും പ്ലേസ് ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദം ഫ്രം ബീയിങ് knocked over അല്ലെ. അങ്ങനെയുള്ള ബ്ലാസ്റ്റിങ്ങോ പൊട്ടിത്തെറിയോ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വേണം കീപ്പ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഇൻ ദ കേസ് എന്നാണ് കേട്ടോ, കെയർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, കേസ് ആണ് കേട്ടോ. ഇൻ ദ കേസ് ഓഫ് എ കെമിക്കൽ സ്പ്ലാഷിംഗ് ഇൻ ടു യുവർ ഐസ് or on your skin, immediately flush the affected area with running water for at least 20 minutes. That means eye wash facility. എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇത് കേസ് ഓഫ് കെമിക്കൽ സ്പ്ലാഷിംഗ്, ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും കെമിക്കൽസോ റിയേജൻസോ നമ്മുടെ കണ്ണുകളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്കോ ഒക്കെ സ്പ്ലാഷ് ആവുകയാണെങ്കിൽ, തെറിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ റണ്ണിങ് വാട്ടറിൽ കഴുകണം അല്ലെ. വേഗം തന്നെ വെള്ളം ഒഴിച്ച് ഒരു കുറഞ്ഞതൊരു 20 മിനിറ്റ് എങ്കിലും നമ്മളത് കഴുകിയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഐ വാഷ് ഫെസിലിറ്റി, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലെ, ഐ വാഷ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ലാബിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കെമിക്കൽസോ മറ്റേതെങ്കിലും റിയേജൻസോ നമ്മുടെ കണ്ണുകളിലേക്കോ അല്ലെങ്കിൽ സ്കിന്നിലേക്കോ തെറിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളത് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബോഡി പോയി കഴുകാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഏകദേശം ഒരു 20 മിനിറ്റോളം ഒക്കെ കഴുകാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഐ വാഷ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനു പറയുന്നത്? ജനറൽ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളല്ലേ, എന്തൊക്കെ സേഫ്റ്റി നമ്മൾ എടുക്കണം എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, ഇനി അടുത്ത് നോക്കിയേ, സൈൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി അല്ലെ. നോക്കിക്കേ, എന്തൊക്കെയാണ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൈൻസ് ആൻഡ് സിംബൽസ് അല്ലെ, പ്രതീകങ്ങളാണ് നിങ്ങളുടെ നോട്ടിൽ തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള സിംബൽസുകളായിരിക്കും അല്ലെ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള സിംബലുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിക്കേ, ടു റെഡ്യൂസ് ദ ആക്സിഡൻസ് in the laboratory, it has been made compulsory to use the signs and symbols in the laboratory അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സിംബലുകളും സൈനുകളും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ലബോറട്ടറിയിലെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് അല്ലെ. പലതരത്തിലുള്ള ആക്സിഡൻസ് ഉണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സിംബലുകളും സൈൻസും ഒക്കെ ലാബിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സിംബലും സൈനൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷനോട് കൂടിയിട്ട്, മുൻകരുതലോട് കൂടിയിട്ടാണ് അവിടെ പ്രവേശിക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് പലതരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോക്കിക്കേ, സിംബൽസ് ഒക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള സിംബലുകളാണ് അല്ലെ. ഇത് വിത്ത് നെയിം, പേരടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. നോക്കിയേ, ഡേഞ്ചർ, ഇൻഫ്ലേമബിൾ കണ്ടല്ലോ. പിന്നെ എന്താണ്? ഹാംഫുൾ, ഒരു ഇന്റു മാർക്ക് പോലെ കണ്ടില്ലേ, അത് ഹാംഫുൾ ആണ്. പിന്നെ കൊറോസീവ് അല്ലെ, കൊറോസീവ്. പിന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ്, അതായത് ഇലക്ട്രിക്കൽ ഷോക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇലക്ട്രിക്കൽ ഹസാർഡ്. പിന്നെ പോയിസൺ, പോയിസൺ കണ്ടല്ലോ. പിന്നെന്താണ്? റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. ബയോ ഹസാർഡ് കണ്ടോ, ബയോ ഹസാർഡിന്റെ ഒരു സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. പിന്നെന്താണ്? റേഡിയേഷൻ ഹസാർഡ് അല്ലെ, ഒരു ഫാനിന്റെ ഇതുപോലെ റേഡിയേഷൻ ഹസാർഡ്.
പിന്നെന്താണ് വിയർ ഗ്ലോവ്സ് ധരിക്കാനുള്ള സിമ്പിൾ. പിന്നെന്താണ് ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ, അല്ലെ? മൊത്തത്തിലുള്ള ഒരു ഫേസ് മാസ്ക് ധരിക്കണം, അതിനുള്ള ഒരു സൈൻ കേട്ടല്ലോ. പിന്നെന്താണ് ഇതെന്താണ് നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഈ സിമ്പിൾ നമ്മൾ എപ്പോഴും കാണുന്നത് എന്തായിരിക്കും? നോ സ്മോക്കിംഗ്, അല്ലെ? സ്മോക്ക് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ കണ്ടല്ലോ, സയൻസ് ആൻഡ് സിമ്പിൾസ് ഒക്കെ കണ്ടല്ലോ. ഇതൊക്കെ കാണുമ്പോൾ പേര് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ഇങ്ങനെ ഒരു സിമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുക അത് ഹാർംഫുൾ ആണ്, അതുപോലെ ഇങ്ങനെ കണ്ട ഇലക്ട്രിക്കൽ ഹസാർഡ് ആണ്, പോയ്സൺ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബയോ ഹസാർഡ് ഒക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബയോ ഹസാർഡിന്റെ സിമ്പിൾ കണ്ടല്ലോ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ചെറിയൊരു പോർഷനും കൂടെ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഇത് വേണം. കൊറോസീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് നശിപ്പിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ആസിഡുകളൊക്കെ ഉണ്ടാവില്ല, അത് കൊറോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. കൈകളൊക്കെ പൊള്ളാനും അങ്ങനെയൊക്കെ നമ്മുടെ കൈകളല്ല നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നശിപ്പിക്കാനായിട്ട് അത്തരം വീര്യമുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ കൊറോസീവ് എന്നൊക്കെ പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് ആസിഡ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ കൊറോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. നമ്മുടെ കൈകൾക്ക് പൊള്ളലൊക്കെ ഇരിക്കാനുള്ള സാധ്യതയില്ലേ, അതാണ്. ക്ലിയർ ആയല്ല? ഇനി നമുക്ക് അടുത്തൊരു ഭാഗം കൂടെ ഉണ്ട്. അതുകൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുക കേട്ടോ. എന്താണ് വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ്? അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒരു ആദ്യത്തെ ഒരു 5 പോയിന്റുകൾ നമുക്ക് പറയാം. അത് ചെയ്താൽ മതിയോ, അതോ അടുത്ത ക്ലാസ്സിൽ എടുക്കണോ? എന്ത് വേണം? ഇത് നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് പറഞ്ഞു തീർക്കാനായിട്ട് ചിലപ്പോൾ പറ്റേണ്ടി വരില്ല, കാരണം ഇനി 5 മിനിറ്റ്സ് മാത്രമേ നമുക്കുള്ളൂ. അതിനകത്ത് ഒരു 5 പോയിന്റ് നമുക്ക് പറയാം, അല്ലെ? 5 പോയിന്റ് പറയാം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ പറയാം, ഒരു 5 എണ്ണം പറയാം കേട്ടോ. നോക്കിക്കേ, വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ്, അല്ലെ? ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് അഥവാ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോൾ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. ഇവിടെ വായിക്കാം, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട രൂപരേഖ, ഔട്ട്ലൈൻ വെച്ച് രൂപരേഖ തയ്യാറാക്കുക, അതിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അതായത് നടപ്പിലാക്കുക, ആൻഡ് സൂപ്പർവൈസർ അതിനെ മേൽനോട്ടം വഹിക്കുക. അത് ആരുടെ ഉത്തരവാദിത്വമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ പറയാണ്, ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് ലബോറട്ടറിയുടെ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ രൂപരേഖ തയ്യാറാക്കലും അതിനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിലാക്കുക, ആൻഡ് സൂപ്പർവൈസർ മേൽനോട്ടം നിർവഹിക്കുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? ലാബ് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മള് ഇനി ഒരു 5 മിനിറ്റ്സ് മാത്രമാണ് നമുക്ക് ഉള്ളത്, അല്ലെ? 5 മിനിറ്റ്സേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. ഈ പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ആരും ലെഫ്റ്റ് ആയി പോകരുത് കേട്ടോ. ലെഫ്റ്റ് ആയി പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണമല്ലോ, അതിനുള്ളൊരു ടൈമും കൂടെ വേണമല്ലോ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി, കാരണം മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റില്ല, ഇൻകംപ്ലീറ്റ് ആവും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാണ്. നമ്മൾ ലബോറട്ടറി റെക്കോർഡ് എന്ന് പറയുന്ന 4ാമത്തെ പ്രൊസീജിയറിനെ ഡിസ്കസ് ചെയ്തിരുന്നു. ലബോറട്ടറി റെക്കോർഡിൽ പറഞ്ഞത് ഈ പറഞ്ഞ ദേശീയ റെഗുലേറ്ററി നീഡ്സ് പ്രകാരം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ എല്ലാ ലാബ് റിപ്പോർട്ടുകളുടെയും ഒരു കോപ്പി തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അതൊന്നില്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ആയിട്ട്, അല്ലെ? ഫിസിക്കൽ കോപ്പീസ് ഓർ ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ടുകളായിട്ട് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ അതിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ് LIS നമ്മൾ പറഞ്ഞു, HIS പറഞ്ഞു. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്നതാണ് LISന്റെ പൂർണ്ണരൂപം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയുടെ ലാബുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളെയും പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആണ്. കേട്ടല്ലോ? പിന്നെ HIS എന്തായിരുന്നു? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്.
അല്ലെ? അതെന്ന് പറഞ്ഞ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളെയും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതാണ് അതിന്റെ പൂർണ്ണ രൂപം. മനസ്സിലായല്ലോ? പിന്നെ ഒരു LIS ഒരു ലാബിനെ എന്തിനെ പ്രാപ്തമാക്കുന്നുണ്ട്? അതായത് എല്ലാ സ്പെസിമെൻസിനും കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ LIS ലാബിനെ സഹായിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. പിന്നെ നമ്മൾ കണ്ടത് ലബോറട്ടറി റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ കണ്ടത് ലബോറട്ടറി സേഫ്റ്റിയെ കുറിച്ചാണ്. അതിന് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ലബോറട്ടറിയുടെ സേഫ്റ്റി, സുരക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മാത്രം കൊടുക്കുന്ന സുരക്ഷയല്ല, പകരം എന്തും കൂടെയാണ് ആ ഒരു ലാബിന്റെ അറ്റ്മോസ്ഫിയർ, അവരുടെ എൻവിയോൺമെന്റിന്റെ കൂടെ പ്രൊട്ടക്ഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അത് രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. അതായത് ഉദ്യോഗസ്ഥരും സേഫ്റ്റി ഉണ്ട്, അവിടെ എൻവിയോൺമെന്റിന്റെ സേഫ്റ്റിയും കൂടി ഉണ്ട്. അത് രണ്ടും ഉൾപ്പെടുന്നതാണ് ഒരു ലാബിന്റെ സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കേണ്ട ജനറൽ സേഫ്റ്റി മെഷേഴ്സുകൾ കണ്ടു. അതായത് എല്ലാ ഉദ്യോഗസ്ഥർക്കും സേഫ്റ്റി പ്രൊസീജിയറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവുകയും വേണം. അതിനനുസരിച്ച് അവരെല്ലാ സമയത്തും പ്രവർത്തിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ആ ഒരു ലാബിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡേഞ്ചറസ് മെറ്റീരിയലിന്റെ ഒരു ലിസ്റ്റ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കണം. പിന്നെ ഐവാഷ് ഫെസിലിറ്റി, അത് സ്റ്റാൻഡ് അലോൺ ഫെസിലിറ്റി ആയിട്ട് തന്നെ ഉണ്ടായിരിക്കണം. പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഫെസിലിറ്റി ആയിട്ട് തന്നെ ഒരു ലാബില് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബയോ ഹസാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകട ഭീഷണി ഉണ്ടാക്കുന്ന മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നേഴ്സിന് കൃത്യമായിട്ട് ബയോ ഹസാർഡ് സിമ്പല് രേഖപ്പെടുത്തിയിട്ട് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഫയർ തീപിടുത്തം ഉണ്ടാവുക അല്ലെങ്കിൽ ഫയർ അല്ലാത്ത പല ലാബ് ആക്സിഡൻസ് ഉണ്ടാവും, അതിനെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ മതിയാവോളം ആവശ്യത്തിനനുസരിച്ചുള്ള അഗ്നിശമന ഉപകരണങ്ങൾ ഒരു ലാബിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ ലാബിലെ സ്റ്റാഫുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടായാൽ അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും ബന്ധപ്പെട്ട അധികാരിയെ അറിയിക്കുകയും വേണം, അല്ലെ? പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, ഒരു കാരണവശാലും ലാബിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ചവയ്ക്കുകയോ ഭക്ഷണം കഴിക്കുകയോ സ്മോക്ക് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ അവിടുത്തെ ക്ലാസ് വെയേഴ്സ് ഒന്നും ഒരു കാരണവശാലും നമ്മൾ മറ്റു പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടില്ല. കൃത്യമായിട്ടുള്ള സ്യൂട്ടബിൾ ക്ലോത്തിങ് ഉണ്ടായിരിക്കണം ലാബിൽ പ്രവർത്തിക്കുമ്പോൾ. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധയോടുകൂടി തന്നെ വേണം അവിടെ ഓരോ എക്യുപ്മെന്റ്സും നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ വളരെ സെക്യൂർഡ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കണം. പിന്നെ ഏതെങ്കിലും കാരണവശാലും കെമിക്കൽസ് നമ്മുടെ കണ്ണിലേക്കോ സ്കിന്നിലേക്കോ തെറിക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മളൊരു 20 മിനിറ്റോളം കുറഞ്ഞത് റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കുറച്ച് സയൻസ് ആൻഡ് സിമ്പിൾസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഡൗട്ട്സ് ഉണ്ടോ? ചോദിച്ചോളൂ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ എല്ലാവർക്കും? പിന്നെ ഇനി നമ്മളെ നെക്സ്റ്റ് ക്ലാസ് വരുമല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ട് പുതിയൊരു ചാപ്റ്റർ തുടങ്ങും കേട്ടോ. ആ ചാപ്റ്റർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡയറ്ററി സർവീസസ് എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുക കേട്ടോ. അപ്പൊ നിങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡയറ്ററി സർവീസസ് പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എക്സാമിന് മോക്ക് ടെക്സ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവുള്ളൂ? അങ്ങനെയില്ല, മോക്ക് ടെസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൊന്നുമില്ല. എല്ലാത്തെയും ക്വസ്റ്റ്യൻസുകൾ വരും കേട്ടോ. ഡയറ്ററി സർവീസസ് ചാപ്റ്റർ നമ്പർ എത്രയാണ് നോക്കണം. ചാപ്റ്റർ നമ്പർ എത്രയാണെന്നുള്ളത് എനിക്കൊന്ന് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഡയറ്ററി സർവീസസ് ആണ് കേട്ടോ. 23 ആണോ? ഓക്കെ, 23 ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 23 ആണ്. അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരു പുതിയ മിസ്സും കൂടെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഇനി അടുത്ത സെഷനിൽ. ആരും ലീവ് ചെയ്ത് പോകരുത്, പുതിയ മിസ് വരും കേട്ടോ. ഓക്കെ, അപ്പൊ ശരി കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am.